ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ എത്ര കട്ട പിടിച്ച അഴുക്കാണെങ്കിലും ഈസി ആയിട്ട് ഇളക്കി കളയുന്ന കിടിലൻ ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിഫോമൊക്കെ ഇതുപോലെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഇപ്പോൾ മഴ സമയം കൂടെയാണ്, യൂണിഫോമിലൊക്കെ നല്ല ചെളിയൊക്കെ ആക്കിക്കൊണ്ടാണ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെനക്കെടേണ്ടി വരത്തില്ല. ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ബക്കറ്റിലോട്ട് ഞാൻ നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സോപ്പ് പൊടി അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണോളം സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂണ് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. ഇപ്പം ഞാനൊരു അര നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയാണ് ഒഴിച്ചു. ഈ നാരങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നാരങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഞാനൊരു ചുരിദാറിൻ്റെ ഒരു പാൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതാ ഈ കാലിൻ്റെ അവിടെയൊക്കെ നല്ല അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ ഒരു തുണിയേ എടുത്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഒരു 2 തുണിയോളം മുക്കാൻ പറ്റും. മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തുണിയാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഒന്ന് താത്തു കൊടുക്കണം. ചൂടുണ്ട് അത്യാവശ്യം, എന്നിരുന്നാലും ഒന്ന് താത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ പാല് പോലെ നമുക്ക് വെണ്മ കിട്ടണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സാധനം കൂടി ചേർക്കണം. ഇതിലോട്ട് ഞാൻ ഒരു 2 സ്പൂണോളം പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തുണിയിലൊക്കെ പാലിൻ്റെ വില അനുസരിച്ച് ഈ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ മണ്ടത്തനമാണെന്ന്. ഒരിക്കലുമല്ല. ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്, കിടിലം റിസൾട്ടാണ്. പിള്ളേരുടെ യൂണിഫോമൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ മുക്കി വെച്ചാൽ മതി. ഇതിപ്പം 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറേ മുക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പം ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറിൽ കുറച്ചുകൂടെ ഇരുന്നു കേട്ടോ. ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ താമസിച്ചു ഇതൊന്ന് എടുക്കാൻ. ഒരു 10 മിനിറ്റും കൂടെ കൂടുതലിരുന്നു. അപ്പോൾ കണ്ട, ആദ്യം ഞാൻ കാണിച്ച ഒരു അഴുക്ക്, ഈ കാലിൻ്റെ ഭാഗത്തുള്ള അഴുക്ക് കണ്ട. പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു കട്ടിയുള്ളതുകൊണ്ട് ഇവിടെ കുറച്ചൊരിതുണ്ട്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യൂണിഫോമിൻ്റെയൊക്കെ ഷർട്ടിൻ്റെയൊക്കെ കോളറാണെങ്കിലും അവിടെ ഒരു കട്ടി വരുന്നതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ള കറയാണെങ്കിൽ അവിടെ ഇരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു പഴയ ബ്രഷിൽ കുറച്ച് ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രഷിൽ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് എവിടെയാണോ ആ കട്ടിക്ക് അഴുക്കുള്ളത് അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. നമ്മൾ ഈ ടൂത്ത് ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തുണി പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല, നൂലൊന്നും ഇളവാതെ ഇത് സോഫ്റ്റ് ആയിരിക്കും. രണ്ടാമത് നമുക്ക് ബ്രഷൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്, ഈ ടൂത്ത് പേസ്റ്റൊക്കെ തേച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്കൊരു സൗകര്യം. കണ്ട അവിടെ ആ ഒരു കട്ടി ഭാഗത്ത്, പിന്നെ ഇവിടെ വന്ന ആ ഒരു കുറച്ച് അഴുക്കിടുന്നിടത്ത് ഞാൻ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കാണിച്ചു തരാം എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് ആ ഒരു കട്ടി അഴുക്കും കൂടെ ഇളവിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഇത് ഒന്നും കൂടെ വെള്ളത്തിലോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റത്തില്ല. കണ്ട ആ ഒരു കട്ടി പിടിച്ച ആ ഒരു
സ്റ്റിച്ചിന്റെ ഭാഗത്ത് ആ ഒരു ഇതെല്ലാം എന്താ ഈസി ആയിട്ട് പോയിട്ടുണ്ട്. കണ്ട. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ വെള്ള ഷർട്ടുകളും യൂണിഫോമും ഒക്കെ ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ആ പാലൊഴിക്കുന്നത് നമ്മൾ വെറുതെ അല്ല, അത് എഫക്റ്റ് ഉണ്ട്. ഈ ഒരു നാരങ്ങയും സോപ്പ് പൊടിയും ചൂടുവെള്ളവും സോഡാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ആ പാലൊഴിക്കുമ്പം വെള്ള തുണിക്ക് നല്ലൊരു എഫക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം ഞാനിതിന് നല്ല വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് വെറുതെ, ഇനി ഒന്നും വിടണ്ട, വെറുതെ വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാൻ എന്തായാലും ഇതൊന്ന് കഴുകി ഉണക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിത് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിന്റെ കാലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. യൂണിഫോമും അല്ലാതെ ഓഫീസിലെ വൈറ്റ് ഷർട്ടും അങ്ങനെയൊക്കെ എല്ലാ വെള്ള തുണിയും ഇതുപോലെ ഒന്ന് കഴുകി എടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ള തുണി ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കളർ തുണിയൊന്നും ഇതിന്റെ കൂട്ടത്തിൽ മുക്കി വെക്കാതെ നോക്കണം. അപ്പോൾ കളർ ഇളകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.